ഞാൻ മഞ്ജുശ്രീ. എൻ്റെ ക്യാൻസറിൻ്റെ ഒരു ജേണിയാണ് ഞാൻ പറയുന്നത്. എൻ്റെ GP ഡോക്ടർ എന്നെ ബ്രസ്റ്റ് ക്ലിനിക്കിലോട്ട് വീണ്ടും റെഫർ ചെയ്തു. അതിനുണ്ടായ കാരണം ആദ്യത്തെ മാമോഗ്രാം ഒക്കെ ചെയ്തപ്പോൾ കുഴപ്പമൊന്നും ഇല്ല എന്നല്ലേ പറഞ്ഞത്. പക്ഷേ എൻ്റെ GP ഡോക്ടർക്ക് അത്ര വിശ്വാസമായില്ല. പുള്ളി എന്നോട് പറഞ്ഞു, അല്ല നിന്നെ ഞാൻ ഒന്നുകൂടി റെഫർ ചെയ്യുകയാണെന്ന്. അങ്ങനെയാണ് എന്നെ വീണ്ടും ബ്രസ്റ്റ് ക്ലിനിക്കിലോട്ട് വിടുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, എന്തായാലും നമുക്കൊരു ബയോപ്സി അങ്ങ് ചെയ്തേക്കാമെന്ന്. അങ്ങനെയാണ് അന്ന് സെയിം ഡേയിൽ തന്നെ ബയോപ്സി എടുത്ത് വിട്ടു. അതിൻ്റെ റിസൾട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വന്നത്. ഈ ഒരാഴ്ച ഞാൻ കുറേ ടെൻഷൻ അടിച്ചു. അത് എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ, ഒരു റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ടെൻഷൻ. ഞാൻ കുറേ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടി. ചിലപ്പോൾ ഉള്ളിൽ ഇങ്ങനെ വിചാരിക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കാരണം ഇത്രയും ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് ഇത്ര വർഷങ്ങളായിട്ട് നമ്മൾ മാമോഗ്രാം ഒക്കെ ചെയ്യുന്നതല്ലേ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പിന്നെ വിചാരിക്കും, അയ്യോ ഇനി എങ്ങാനും അസുഖമാണോ. അങ്ങനെ പല പല ചിന്തകളിലൂടെ ഒരാഴ്ച പോയി. ഫൈനലി ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പം ഡോക്ടർ പറഞ്ഞു ഇത് ക്യാൻസർ ആണെന്നുള്ളത്. എന്നിട്ട് എന്നോട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തുകൊണ്ടാണ് മാമോഗ്രാമിലും സ്കാനിങ്ങിലും ഒക്കെ നമ്മുടെ ക്യാൻസർ കാണാഞ്ഞതെന്നുള്ളത്. അത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ചില ടൈപ്പ് ഓഫ് ക്യാൻസറുകൾ അങ്ങനെയാണത്രേ, മാമോഗ്രാമിലും സ്കാനിങ്ങിലും ഒന്നും വിസിബിൾ ആകില്ല. അതിന് നമ്മൾ ബയോപ്സി എടുത്ത് നോക്കണം. എല്ലാ തരത്തിലുള്ള ക്യാൻസറും അങ്ങനെയാണെന്നല്ല, റയറായിട്ട് ഉള്ള ചില ക്യാൻസറുകൾ അങ്ങനെയാണ്. അത് ആ തരത്തിലുള്ളതായിരുന്നു എൻ്റെത്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഉണ്ടായത്. അതിപ്പോൾ എല്ലാം അങ്ങനെ ആവണമെന്നില്ല. എൻ്റെ ടൈപ്പ് ഓഫ് ക്യാൻസർ അങ്ങനെയായിരുന്നു. എന്നിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം എനിക്കെല്ലാം വിശദീകരിച്ച് തന്നു. പിന്നെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ, ട്രീറ്റ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ഇനി എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം, ഇതെല്ലാം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അന്ന് തന്നെ നമ്മൾ കുറച്ച് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം കൊടുത്തിട്ടാണ് തിരിച്ച് വീട്ടിൽ പോരുന്നത്. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ലൈഫ് മൊത്തത്തിൽ അങ്ങോട്ട് മാറാൻ പോവല്ലേ. നമ്മൾ ഇന്ന് വരെ ജീവിച്ച ആ ഒരു ലൈഫല്ല ഇനി നാളെ തൊട്ട്. നമുക്ക് ഇങ്ങനെ അസുഖം വന്നു, ഇനി അതിനെ ഫേസ് ചെയ്യണം, ട്രീറ്റ്മെൻറ്റ് എടുക്കണം, വലിയൊരു ജേണിയാണ്. അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിക്കും സ്വാഭാവികം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ അതിൽ നിന്നൊക്കെ ഞാൻ പുറത്ത് വന്നു. കാരണം നമ്മൾ പുറത്ത് വന്നേ പറ്റത്തുള്ളൂ. നമ്മൾ ധൈര്യത്തോടെ ഇതൊക്കെ നേരിടണം. കാരണം നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. നാട്ടിൽ നമ്മളെ ആശ്രയിച്ച് നമ്മുടെ ഫാമിലിയുണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പം നമ്മൾ ധൈര്യത്തോടെ മുന്നോട്ട് പോയേ പറ്റൂ. എത്രയും പെട്ടെന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കണം, റിക്കവർ ആവണം. ഇതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ധൈര്യത്തോടെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കാനായിട്ട് തീരുമാനിച്ച് മുന്നോട്ട് പോയി. പിന്നീട് അങ്ങോട്ട് ടെസ്റ്റുകളുടെ ഒരു സമയമായിരുന്നു. ഫസ്റ്റിൽ എനിക്ക് ചെയ്ത MRI സ്കാനാണ്. അപ്പോൾ MRI ചെയ്ത് കഴിഞ്ഞപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് റൈറ്റ് സൈഡിലും കൂടെ ബയോപ്സി എടുക്കണമെന്ന്. കാരണം അവർ MRI ചെയ്ത ടൈമിൽ റൈറ്റ് സൈഡിൽ അവർക്ക് എന്തോ ഡൗട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അതും കൂടെ ബയോപ്സി ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി നമുക്ക് കൺഫേം ആയല്ലോ. അങ്ങനെ റൈറ്റ് സൈഡിലും ബയോപ്സി എടുത്തു. ബയോപ്സി എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും, ആ ഡോക്ടർ എന്നോട് പറഞ്ഞ് അന്ന് ചെയ്തപ്പോൾ ലിഫ് നോട്ട്സ് എല്ലാം ഓക്കെയാണ്, കുഴപ്പമില്ല, പുള്ളിക്കാരി അതിൽ ഹാപ്പിയാണ്, ഇനി ബയോപ്സിയുടെ റിസൾട്ടും കൂടെ ഓക്കെ ആയാൽ മതി, നീ ടെൻഷൻ അടിക്കണ്ട, വിഷമിക്കണ്ട എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ അന്ന് നേഴ്സ് ഉണ്ടായിരുന്നു കൂടെ. അവർ എന്നെ കുറേ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. നല്ലൊരു നേഴ്സ്, കുറേ ഇങ്ങനെ സംസാരിച്ച് എല്ലാം ഓക്കെ ആകും അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ശരിക്കും കംഫർട്ടാക്കിയിട്ട് സംസാരിക്കുമായിരുന്നു അവർ. അതൊക്കെ ഞാൻ എന്നും ഓർക്കും. കുറേ നല്ല മനുഷ്യരെ പരിചയപ്പെട്ടു. അവരൊക്കെ നല്ല രീതിയിൽ നമ്മളോട് പെരുമാറിയിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ബയോപ്സി കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. അത്രയും സമാധാനം. പിന്നീട് വേറെ കുറേ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോന്നായിട്ട് ചെയ്തു. അങ്ങനെ CT സ്കാനൊക്കെ ചെയ്തപ്പോഴാണ് ഒവേറിയൻ സിസ്റ്റ് കണ്ടുപിടിച്ചത്. പിന്നെ അതിന് വേണ്ടിയിട്ട് വീണ്ടും വേറൊരു സ്കാനിങ്ങിന് വിട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു അത് വലിയ കുഴപ്പമില്ല, പിന്നെ ആ സിസ്റ്റ് വലിയ കുഴപ്പമില്ലാത്തതാണെന്നാണ് അന്ന് പറഞ്ഞത്. അങ്ങനെ പിന്നെ ബോണിൻ്റെ സ്കാന്, അങ്ങനെ കുറേ ടെസ്റ്റുകൾ കുറേ ദിവസങ്ങളായിട്ടാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഈ ടൈമിലൊക്കെ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സാണ് എൻ്റെ കൂടെ ഈ ഓരോ ടെസ്റ്റുകൾക്കും വന്നുകൊണ്ടിരുന്നത്, ഓരോ അപ്പോയിൻമെൻറ്റുകൾക്കും. അവരൊക്കെ ഷിഫ്റ്റ് സ്വാപ്പ് ചെയ്തും അങ്ങനെയൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. കാരണം അന്ന് ഞാൻ പോകുന്ന ഹോസ്പിറ്റലിൽ എനിക്ക് തന്നെ പോകാൻ, ആദ്യത്തെ ആ ഒരു ടൈമാണ് എനിക്ക് തന്നെ പോകാനായിട്ട് ഉള്ള ആ ഒരു പേടിയും കാര്യങ്ങളും. അതുകൊണ്ട് ഇവരൊക്കെ എൻ്റെ കൂടെ വരുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ തന്നെയാണ് എല്ലാത്തിനും പോകുന്നത്. തന്നെയല്ല, അന്ന് ആ ഹോസ്പിറ്റലിൽ നമുക്ക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ പോകുന്ന ഹോസ്പിറ്റലിൽ നമ്മളെ വീട്ടിൽ വന്ന് കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവിടുകയും ചെയ്യും. അന്ന് പോയിടത്ത് അങ്ങനെയല്ല, നമ്മൾ ഒന്നുകിൽ നമ്മുടെ വണ്ടിയിൽ അല്ലെങ്കിൽ ബസ്സിനൊക്കെ പോകണമായിരുന്നു.
അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ഉള്ള എൻ്റെ ഫ്രണ്ട്സാണ് അന്ന് എന്നെ ഓരോ ദിവസവും കൊണ്ടുപോകുന്നതും വരുന്നതൊക്കെ. അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട ആ സമയത്തൊക്കെ എനിക്ക് വേണ്ടിയിട്ട്. ഇപ്പം പിന്നെ ഞാൻ തന്നെ പോകാനൊക്കെ എക്സ്പേർട്ടായി. ഇപ്പം ഞാൻ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പിന്നീട് ആ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ സർജറിയുടെ ആ ഒരു ഡേറ്റിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ഏറ്റവും ലാസ്റ്റ് നമുക്ക് ബ്രസ്റ്റ് കെയർ നേഴ്സിൻ്റെ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി അന്ന് നമുക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും ഏത് തരത്തിലുള്ള സർജറിയാണ് ഒക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ ഡോക്ടറും അതിന് മുന്നേ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമുക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഞാൻ എനിക്കിഷ്ടമുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തു. നേരത്തെ തന്നെ നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാമായിരുന്നു. അങ്ങനെ ഞാൻ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണ് അന്ന് പോയിട്ട് നഴ്സിനോട് പറയുന്നത് നമുക്ക് ഇത്തരത്തിലുള്ളതാണ് വേണ്ടുന്നതെന്ന്. പിന്നെ അത് കഴിഞ്ഞ് ചെയ്യേണ്ട എക്സർസൈസ് കാര്യങ്ങൾ, അതായത് ആഫ്റ്റർ സർജറി 24 hours കഴിഞ്ഞിട്ട് നമ്മൾ എക്സർസൈസ് സ്റ്റാർട്ട് ചെയ്യണം. അത് ചെറിയ തരത്തിലുള്ളതാണ്. അതും അതിൻ്റെ പിക്ചേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാം പറഞ്ഞു തന്നു വിട്ടു. അങ്ങനെ പിന്നെ സർജറിക്ക് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിംഗ് ആയിരുന്നു. ഈ ടൈമിൽ ഞാൻ ജോലിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാൻ സർജറിക്ക് ഒരു 4 ദിവസം മുന്നേ വരെ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. എനിക്ക് ക്ഷീണം തളർച്ചയൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഓഫ് ഡേയ്സിൽ ഓഫ് എടുത്ത് റെസ്റ്റ് ചെയ്യും. ബാക്കി ദിവസം ഞാൻ ജോലിക്ക് പോയി. ഈ ലാസ്റ്റ് 4 ദിവസം പോകാഞ്ഞതിൻ്റെ കാര്യം ഇനി പനിയോ അങ്ങനെ എന്തെങ്കിലും പിടിച്ചാലോ സർജറിക്ക് മുന്നേ എന്ന് വിചാരിച്ചിട്ട് ആ 4 ദിവസം പോയില്ല. സർജറി കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് ഇതുവരെയും പോയിട്ടില്ല കേട്ടോ. പിന്നെ സിക്ക് ലീവാണ്. അങ്ങനെ ഒക്ടോബർ ലാസ്റ്റ് വീക്കിലേക്ക് ഡേറ്റ് നമുക്ക് കിട്ടി. പക്ഷേ ഡേറ്റ് കിട്ടാനൊന്നും എനിക്ക് വലിയ താമസമൊന്നും ഉണ്ടായില്ല. പൊതുവേ ഇവിടെ ഇങ്ങനെ പറയുമല്ലോ നമുക്ക് UK-ലെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ലേറ്റ് ആണെന്നുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, തികച്ചും എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ് ഞാനീ പറയുന്നത്. എനിക്കെല്ലാം നല്ല ഫാസ്റ്റായിട്ടാണ് കിട്ടിയത്. വൺസ് എനിക്ക് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ് ഓരോ ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം വളരെ വളരെ ഫാസ്റ്റായിട്ടാണ് എനിക്കെല്ലാം കിട്ടിയിട്ടുള്ളത്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതുവരെ ഉള്ളത്. ട്രീറ്റ്മെൻറ്റ് കാര്യത്തിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഇവിടുത്തെ. അങ്ങനെ സർജറിയുടെ ടൈമായി. അപ്പോൾ ആ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു എവരിവൺ. താങ്ക് യു സോ മച്ച്.